കേരളത്തിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ അറിയത്തില്ല. PM ശ്രീ കിട്ടി, നമ്മൾ ജക്കപ്പൊക്കെ. അത് കഴിഞ്ഞാണ് വന്ദേ ഭാരതം കിട്ടിയത്. നേരത്തെ വന്ദേ ഭാരതം കിട്ടിയപ്പോൾ അത് വേറൊരു കഥ. ഇപ്പോഴത്തെ വന്ദേ ഭാരതം കിട്ടിയപ്പോഴോ ഈ മെട്രോ റെയിൽ വന്നപ്പോഴും വേറെ കഥകളുണ്ടായിരുന്നു. മെട്രോ റെയിൽ വന്നപ്പോൾ അതിനകത്ത് കുമ്മനം രാജശേഖരൻ അവർ കയറി എന്നൊക്കെ പറഞ്ഞ്, കുമ്മനടി എന്നൊക്കെ പറഞ്ഞ്, അത് വേറെ രാജ്യത്തിൽ അന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളെന്നും വിവാദക്കാരാണ്. ഇപ്പോഴത്തെ വിവാദം എന്താണെന്നറിയാവോ? ഗണഗീതം പാടി ഏതോ ലോക്കൽ ചാനലുകാരൻ, ലോക്കൽസ് എന്നാണ് പറയുന്നത്, ലോക്കൽസ് എന്നാണ് അവരെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, എനിക്ക് അവരോടൊക്കെ ബഹുമാനമാണ്, നമ്മളിത് ചെയ്യുന്ന ആളല്ലേ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു വന്ന പത്രങ്ങളിലെ ഈ ചാനലുകൾ, ഏതോ ലോക്കൽ ചാനൽ, പ്രാദേശിക ചാനൽ പറഞ്ഞു, പാട്ട് പാടാൻ പറഞ്ഞു. കുട്ടികൾ ആദ്യം വന്ദേ മാതരം പാടി. അപ്പോൾ പറഞ്ഞു ഒരു പാട്ടുകൂടെ പാടാൻ പറഞ്ഞപ്പോൾ അവർ ഗണഗീതം പാടി. അതൊരു RSSൻ്റെ സ്കൂളാണ്, CBSE സ്കൂളാണ്, എളമക്കര വിദ്യാനികേതൻ സ്കൂളാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഇത്തരം പാട്ടുകളും ഭജനയൊക്കെ ഉള്ളൊരു സ്കൂളാണ്. ആ സ്കൂളിലെ അധ്യാപകൻ, ടീച്ചർമാർക്കും നന്നായിട്ട് ഈ പാട്ടറിയാം, കുട്ടികൾക്ക് പറയാം. അവർ മനോഹരമായി പാടി, ഒരു കുഴപ്പമില്ല, അതങ്ങ് പോയി. കാരണം 2023 ഞരളത്ത് ഗോവിന്ദൻ പാടിയല്ലോ, ഇതേ പാട്ടല്ലേ പാടിയത്. അന്ന് BJPയുടെ മുൻനിര നേതാക്കളെല്ലാം ട്രെയിനിലിരിക്കുമ്പോഴല്ലേ പാടിയത്. 2023 പാടി, അല്ലാതെയും പാടി. പക്ഷേ പാട്ട് വലിയ വിവാദമായി. അവർ റെയിൽവേ അതെടുത്ത് എവിടെ ഇടുന്നു? റെയിൽവേക്ക് അയച്ചു കൊടുക്കുന്നു കുട്ടികൾ സ്കൂളിൽ നിന്ന്. റെയിൽവേ എടുത്തത് റെയിൽവേയുടെ എക്സിലിടുന്നു. ഉടൻ തന്നെ വിവാദമാകുന്നു. സംഘപരിവാർ വർഗീയത ഒളിച്ചു കിടത്തുന്നു, അകത്തൂടെ കിടത്തുന്നു, ട്രെയിനകത്തൂടെ കിടത്തുന്നു, ബോഗി വഴി കിടത്തുന്നു. വേണ്ട കൺഫ്യൂഷനായി. കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് KC വേണുഗോപാൽ കത്തെഴുതുന്നു, മുഖ്യമന്ത്രി പ്രസ്ഥാനം നടത്തുന്നു, VD സതീശൻ പ്രസ്ഥാനം നടത്തുന്നു, ഫേസ്ബുക്ക് വരുന്നു, ശിവൻകുട്ടി അന്വേഷണം വിടുന്നു, ജഗപുക. ഉടൻ നമുക്കിപ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാൽ 2 സ്മാൾ അടിച്ചുകൊണ്ട് പിന്നെ അന്തിച്ചർച്ച തുടങ്ങാമല്ലോ. വൈകുന്നേരമായപ്പോൾ ചർച്ചയോട് ചർച്ച, മാധുവിൻ്റെ ചർച്ച, സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ച, സുരേഷിൻ്റെ ചർച്ച, എല്ലാവരും ചർച്ച. അതിൽ മാധുവിനൊരു അബദ്ധവും പറ്റി. അത് നമ്മൾ ഈ പറയുമ്പോൾ അതും പറഞ്ഞു പോകണം. മാധു ഇങ്ങനെ മാതൃഭൂമിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാധു ഇങ്ങനെ ഈ ഗണഗീതത്തെക്കുറിച്ചും DK ശിവകുമാർ പിന്നെ കർണാടക അസംബ്ലിയിൽ ഈ പ്രാർത്ഥനാഗാനം, ഇത് ഗണഗീതം അവരുടെ പ്രാർത്ഥനാഗാനമല്ല, RSSൻ്റെ ഒരുപാട് ഗ്രൂപ്പ് സോങ്, ഗണഗീതമൊന്നും ഗ്രൂപ്പ് സോങ് എന്നാണ്, ഒരുപാട് ഗ്രൂപ്പ് സോങ് എഴുതിയ കൂട്ടത്തിൽ എഴുതിയൊരു പാട്ടാണ് ഈ പരമപവിത്രമൊക്കെ. അവരുടെ ഒരു പ്രാർത്ഥനാ ഗാനമുണ്ട്, അതൊരു ഒഫീഷ്യൽ ഗാനമാണ് RSSൻ്റെ. അതാണ് DK ശിവകുമാർ കർണാടക അസംബ്ലിയിൽ പാടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടോ ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മാധുവിന് തോന്നി ഞാൻ ഇനി RSS ആണെന്ന് ആരെങ്കിലും വിചാരിച്ചു. മാധു അല്ലല്ലോ, ഞാനിത് ഇതിന് വേണ്ടി കണ്ടുപിടിച്ചാണെന്നൊക്കെ പറഞ്ഞ് മാധു ഊരുണ്ട്. മാധുവിന് പേടിച്ചു പോയി. മാധു വിചാരിച്ചിനി അങ്ങനെ പറഞ്ഞു വരുമ്പം മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കിയാലോ. അങ്ങനെ പിന്നെ സ്മൃതി പരുത്തിക്കാടാണെങ്കിൽ എന്താണെന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളം വരും. എല്ലാവരും വേണ്ട ബഹളം. അവസാനം PG സുരേഷ് പറഞ്ഞു ഒരു മദ്യ നയം എടുത്തു, മദ്യം നടുക്കുള്ള നയം. സുരേഷ് പറഞ്ഞു പാടിയത് കുഴപ്പമില്ല, പക്ഷേ പാടിയത് റെയിൽവേയിൽ പോസ്റ്റ് ചെയ്തത് ശരിയായില്ല. ഇനി പോസ്റ്റ് ചെയ്തതും കുഴപ്പമില്ല, പോസ്റ്റ് ചെയ്ത് പിൻവലിച്ചിട്ട് രണ്ടാമത് പോസ്റ്റ് ചെയ്തത് ശരിയായില്ല, രണ്ടാമത് പോസ്റ്റ് ചെയ്തതും കുഴപ്പമില്ല, ഇംഗ്ലീഷിലാക്കിയത് ശരിയായില്ല. ഇങ്ങനെ എല്ലാവരും കൂടി ജഗപുക. സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ ആ സ്കൂൾ പ്രിൻസിപ്പാൾ വന്നു. സ്കൂളിൽ ഇന്നും ഗണഗീതം പാടിയെന്നറിയുന്നു. അവിടെ അസംബ്ലി എന്തോ കൂടി പാടി. ബാക്കി ഒരുപാട് ആളുകൾ ട്രെയിനിൽ പാടി, ബസ്സിൽ പാടുന്നു. സോഷ്യൽ മീഡിയ നിറച്ച് ഇതിൻ്റെ പാട്ടാണ്. ആർക്കും അറിയാതിരുന്നൊരു ഗണഗീതം 5 പൈസ കൊടുക്കാതെ, 1 രൂപ പോലും കൊടുക്കാതെ RSS പാടിക്കൊണ്ട് നടന്നൊരു ഗണഗീതം മറ്റുള്ളവർക്കും പഠിക്കാനും പാടാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ചാനലുകളും പത്രങ്ങളും മീഡിയകളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമാണ് ശരിക്കും ഇവിടെ ഈ ഗണഗീതം പാടി റെഡിയാക്കിയെടുത്തത്. ആരാണപ്പോൾ RSSനെ വളർത്തുന്നത്?